ആചാര്യന്മാർ എങ്ങനെയാണ് ആൾക്കാരെ, പുതിയ തലമുറയെ പ്രത്യേകിച്ച് ആകർഷിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇവിടെ മാത്രമല്ല, ഇവിടെ ഇപ്പം നോക്കിയാൽ തന്നെ നമുക്ക് കാണാം കുട്ടികളും യുവാക്കളും ഇല്ല. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഈ യജ്ഞങ്ങളിലും സത്സംഗങ്ങളിലുമൊക്കെ പുതിയ തലമുറ വന്ന് കാണുന്നില്ല. അത് വളരെ ഒരു ശോചനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇവിടെ MRS ഇരിക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് ചർച്ചയിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു എങ്ങനെ നമുക്ക് കുട്ടികളെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും. കാരണം സത്സംഗങ്ങളിലെല്ലാം കുട്ടികളില്ല എന്നാണ് എല്ലാവരും പരാതി പറയുന്നത്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ ഇതുവരെ കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ആ രീതിയിൽ അവരെ ആകർഷിച്ച് നിർത്താൻ ഉള്ള ചില തന്ത്രങ്ങൾ, അതുപോലെ തന്നെ അവരെ പരമാവധി സ്നേഹിച്ച് അവരെ വിശ്വാസത്തിലെടുത്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ കേരളത്തിലെ വളരെ പ്രബലമായിട്ടുള്ള ഒരു സംഘടന, ഞാൻ സംഘടനയുടെ പേര് പറയുന്നില്ല, ആ സംഘടന ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു ഒരു 6 വർഷങ്ങൾക്ക് മുൻപ് കേരളം മുഴുവൻ. അതിന് സിലബസൊക്കെ തയ്യാറാക്കി. ഞാനൊരു 10-20 ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും വേര് ഊന്നിയ ആ സംഘടനയ്ക്ക് പോലും ആധ്യാത്മിക പഠന കേന്ദ്രം വിജയിപ്പിക്കാൻ സാധിച്ചില്ല. പൊട്ടിപ്പാളീസായി. ഇപ്പം ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ ആ സംഘടന നേതൃത്വത്തിൽ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അതിൽ പിന്നെ 60-70 കഴിഞ്ഞ കുട്ടികളെ ഉള്ളൂ. അതല്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ 60+, 70+. ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് ശരിക്കും പുതിയ തലമുറയെ ആകർഷിക്കുവാനും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനുമുള്ള ചില തന്ത്രങ്ങൾ കൂടി നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇനി തിരിച്ച് വിശ്വനാഥ നമ്പൂതിരി സാറിലേക്ക് വരികയാണ്. അദ്ദേഹം ഒരു തന്ത്രി കൂടിയാണ്. അതുകൊണ്ട് നമുക്കിന്ന് ആ തന്ത്രശാസ്ത്രപരമായിട്ടും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ 5 രീതിയിലുള്ള ചൈതന്യ വൃദ്ധിക്ക് പറയാറുണ്ട്. വേദ ജാമനായ ജപേന നിയമേന അന്നദാനേന എന്നൊക്കെയുള്ള ചില നിയമങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്ന പല ആചാരാനുഷ്ഠാനങ്ങൾ എന്തിനാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് തന്ത്രി വരുന്നു, തന്ത്രിയുടെ കൂടെ ഒരു പട വരുന്നു, എന്നിട്ട് ഒരു 10 ദിവസം താമസിച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നു. എന്താ ചെയ്തത് അറിയില്ല. എന്തിനാണ് അവർ ഇതൊക്കെ വന്ന് ചെയ്യുന്നത് അതും അറിയില്ല. യഥാർത്ഥത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്ഷേത്ര പ്രതിഷ്ഠയുടെ മഹത്വം എന്താ? നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന മാറ്റം എന്താ? ഇതൊന്നും അറിയില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വെറും ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് ആചാരങ്ങളാകാതെ ആ ആചാര അനുഷ്ഠാനങ്ങൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ ആ രീതിയിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇവിടെ ആ തന്ത്ര രംഗത്തുള്ളവർ ഒരുപാടൊന്നും ശ്രോതാക്കളില്ല. പക്ഷെ എന്നാലും ഈ ഒരു കാര്യപരിപാടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടി പറയാണ്, ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ, കലശങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാം അതൊക്കെ കുറച്ചുകൂടി ജനകീയമാകേണ്ടതല്ലേ? ജനങ്ങൾക്ക് കൂടി പങ്കാളിത്തം വരുന്ന രീതിയിൽ അത് ഒന്ന് മാറേണ്ടതല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കേരളത്തിൻ്റെ ആധ്യാത്മിക സംസ്കൃതിയിൽ ക്ഷേത്രങ്ങൾക്കും ക്ഷേത്ര ആചരണങ്ങൾക്കും അമിതമായ പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നവരാണ്. കാരണം ക്ഷേത്രം ഒരു വിശ്വാസം എന്നതിലുപരി അതൊരു അവലംബമാണ്. ദൈനംദിന ജീവിതത്തിൽ അതൊരു അവലംബമാണ്, ഒരാശ്രയമാണ്. അതില്ലാതെ നമുക്ക് കഴിച്ചു കൂട്ടാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയാറില്ല. കുറച്ച് വഴിപാട് കഴിക്കുക, കാര്യങ്ങൾ സാധിക്കുക എന്നുള്ള മട്ടിലേക്ക് മാത്രം, ഇത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ നിന്നും മാറിയിട്ട് അത്
ആധ്യാത്മിക ഫലത്തിലേക്കുള്ള ഒരു മാർഗമാണ്, വഴിയാണ്. ആ വഴിയിൽ കൂടി സഞ്ചരിച്ച് ആചാര്യസ്വാമിയുടെ പറഞ്ഞ പ്രഥമാ പ്രതിമാ പൂജ, ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്, ഒരു പടവാണിതെന്ന് മനസ്സിലാക്കിയിട്ട് മുകളിലേക്ക് ഉയർന്നു പോകാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണ്. ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്ന് എങ്ങോട്ടും പോവില്ല എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നത് എന്നൊക്കെ ആചാര്യസ്വാമികൾ പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ ഇതിൻ്റെ ഉദ്ദേശ്യശുദ്ധികൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് അറിയണം. ഈ ഒരു അറിവില്ലായ്മയാണ് ക്ഷേത്ര ആചരണങ്ങളിൽ സംഭവിച്ച ഏറ്റവും വലിയ പോരായ്മ. അത് മാറ്റിയെടുക്കാൻ ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചും പൂജകളെക്കുറിച്ചും ആരാധനകളെക്കുറിച്ചും താന്ത്രിക വിധാനങ്ങളെക്കുറിച്ചും ഒക്കെ ആ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം അവർക്ക് അറിഞ്ഞു തന്നെ ഇത് അനുഷ്ഠിക്കാനും ആചരിക്കാനും പറ്റണം. എന്താണ് കലശം, എന്താണ് ഉത്സവം എന്നൊക്കെ, ഈ കലശത്തിൻ്റെയും ഉത്സവത്തിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്കിതിൽ ഭാഗഭാക്കായി എന്താണ് ഇതിൽ നിന്ന് ഞങ്ങളുടെ പങ്കെന്താണ്, ഭക്തജനങ്ങളുടെ റോൾ ഇവിടെ എന്താണ്. ഒരു തന്ത്രി വരുന്നു, അകത്ത് കയറിയിരുന്നു, കുറച്ച് പൂജ കഴിക്കുന്നു, എന്താണ് മണിയിലേക്ക് നേക്കാം, നിവേദ്യം കൊണ്ടുവന്ന് കാണാം, പിന്നെന്താണ് അർച്ചന കഴിച്ചു തരും, കഴിഞ്ഞു, ഇത്രയൊക്കെ ഉള്ളൂ, കഴിഞ്ഞു. ഇതല്ല, ഇതിൻ്റെ ഉപരി ഇതെന്തിനാണ്, ഈ ക്ഷേത്ര ചൈതന്യം എന്താണ്, എങ്ങനെയാണ് വിഗ്രഹത്തിലേക്ക് അതിൻ്റെ ചൈതന്യത്തെ ജീവകലശദ്വാരേണ എത്തിക്കുന്നത്, അതേപോലെ എന്താണ് ഓരോ കലശങ്ങളുടെയും ഉത്സവം വരെയുള്ള എല്ലാ ചടങ്ങുകളുടെയും ലക്ഷ്യം എന്താണ്, ആചരണം എന്താണ്, ഞങ്ങൾ കാണിക്കുന്നത് എന്താണ്, ഇതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് അവിടെ കൂടിയിരിക്കുന്ന ഭക്തങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ തന്ത്രവിദ്യകൾ ചെയ്താൽ ഒരു പക്ഷെങ്കിൽ അവിടെ കൂടുന്നവർക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വിശ്വാസം, ഒരു ഭക്തി, ഒരു ആവശ്യകത ബോധം ഉണ്ടാകുമെന്നുള്ളൊരു സത്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞൊരു തന്ത്രിയൊന്നുമല്ല, ഒരു ക്ഷേത്രത്തിലെയും തന്ത്രിയല്ല. അതുകൊണ്ട് തന്ത്രി എന്ന് വിളിക്കുന്നതിന് എനിക്കൊരു ദിവസമൊന്നുമില്ല, പക്ഷേ അങ്ങനെയുള്ള ഒരു തന്ത്രിയല്ല ഞാൻ. പക്ഷേ തന്ത്രവിഷയങ്ങൾ ഞാൻ കുറച്ച് നോക്കിയും വായിച്ചും പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരമ്പലങ്ങളിലും തന്ത്രാനുഷ്ഠാനങ്ങൾക്ക് ഞാൻ അങ്ങനെ പോകാറില്ല, പോയിട്ടുമില്ല. പക്ഷേ ഇതൊക്കെ എന്തിനാണ് എന്ന് അറിയേണ്ട ഒരു ആവശ്യകത ഇന്ന് സാധാരണ ജനങ്ങൾ ബോധ്യപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അതിന് പാകത്തിന് നമ്മൾ ക്ഷേത്ര അന്തരീക്ഷത്തിൽ തന്ത്രിമാരോ പൂജകന്മാരോ ചെയ്യുന്ന ഓരോ അനുഷ്ഠാനങ്ങളും അതിനു മുമ്പോ അതിന് ശേഷമോ എന്താണെന്ന് അവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളോട് എന്താണ് ഇവിടെ നടന്നത്, എൻ്റെ ഉദ്ദേശ്യം എന്താണ്, ലക്ഷ്യം എന്താണ്, അത് നിങ്ങളുടെ പങ്കെന്താണ്, നിങ്ങളും കൂടി പങ്കുചേരുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത്. ഭക്തജനങ്ങൾ ഇല്ലാതെ ഒരു ക്ഷേത്ര ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും പൂർണ്ണമാവില്ല. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭക്തജനങ്ങൾ. അതുകൊണ്ട് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കിത് ബോധ്യമാകത്തമുള്ളൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പഠിപ്പോ ഒരറിവോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ ഒരു പക്ഷെങ്കിൽ ഇന്നുള്ളവർക്ക് എന്താണ് ഈ താന്ത്രിക വിഷയങ്ങൾ, എന്തിനാണ് ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. ഉത്സവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മുകളിലേക്കുള്ള ഒഴുക്ക് എന്നാണ്. മുകളിലേക്ക് ഒഴുകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത കാലത്ത് വെള്ളപ്പൊക്കം വന്നപ്പോൾ കണ്ടാണ് വെള്ളം മുകളിലേക്ക് ഒഴുകി വന്ന കാര്യമൊക്കെ. അപ്പം നമുക്ക് മുകളിലേക്ക് ഒഴുകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഒരു കുടത്തിൽ അല്ലെ കാൽഭാഗമേ വെള്ളമുള്ളെങ്കിൽ കുറച്ച് കല്ലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ വെള്ളം മുകളിലേക്ക് പൊങ്ങി വരുന്ന കാഴ്ച കാണാം. ഈ 10 ദിവസം കൊണ്ട് ഈ ക്ഷേത്ര ചൈതന്യത്തിന് സംഭവിച്ച ഹാനി ആചാര്യന്മാരോ തന്ത്രിയോ പൂജകന്മാരോ അല്ലെങ്കിൽ ഭക്തജനങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ പരിചാരകന്മാരോ അവരുടെ വീഴ്ച കൊണ്ടോ അവരുടെ അസുഖം കൊണ്ടോ സമയമില്ലായ്മ കൊണ്ടോ പോരായ്മ കൊണ്ടോ ധാരാളം വീഴ്ചയുണ്ടാവും. ആ വീഴ്ചകൾക്കൊരു പരിഹാരമാണ് വാസ്തവത്തിൽ ഉത്സവം, അല്ല മറ്റ് ആചരണങ്ങളൊന്നുമല്ല. അതുകൊണ്ട് ആ ഇത്രയും നാൾ സംഭവിച്ച വീഴ്ച തന്ത്രി നിർബന്ധമായിട്ടും ആ സമയത്ത് എത്തിയിരിക്കണം. ഈ 10 ദിവസം കൊണ്ട് തന്ത്രി ഈ ഒരു വർഷം വരാതിരുന്നതിൻ്റെ പോരായ്മ പരിഹരിക്കണം. പൂജകന്മാർ ശാന്തിക്കാർ തങ്ങളുടെ ശാന്തിക്ക് സംഭവിച്ച ലോപം ധാരാളം നിവേദ്യങ്ങൾ ഉണ്ടാക്കി ധാരാളം പുഷ്പാഞ്ജലികളും പൂജകളും ചെയ്ത് അത് പൂർണ്ണമാക്കണം. പരിചാരകന്മാർ തങ്ങളുടേതായ പ്രവൃത്തി ഇത്രയും നാൾ സംഭവിച്ച ലോപത്തിനും പരിഹാരം. ഭക്തജനങ്ങൾ ഉത്സവ ദിവസങ്ങൾ അമ്പലത്തിലെത്തിയേ മതിയാവും. ഏത് നാട്ടിൽ പോയാലും ഉത്സവത്തിന് വരും എന്നൊക്കെയായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ആ ഒരു ഒത്തുചേരൽ ഒരു വാസ്തവത്തിൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് അനിവാര്യമാണ്. അങ്ങനെ മുകളിലേക്ക് ഓരോ ദിവസത്തെയും പൂജ കൊണ്ട് അഭിഷേകം കൊണ്ട് നഷ്ടപ്പെട്ട ചൈതന്യത്തെ വളർത്തിയെടുത്ത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടത്തിൻ്റെ ആകൃതിയാണ്.
അതിൻ്റെ പള്ള ഇങ്ങനെ വേർതിരിക്കും. അഗ്രം ഒരു കുടത്തിൻ്റെ വക്കു പോലെയാണ്. അതിലേക്ക് ചൈതന്യം നിറഞ്ഞ് പള്ളിവേട്ടയും കഴിഞ്ഞ് ഏതാണ്ട് ആറാട്ടോടുകൂടി കുടം നിറഞ്ഞ് ചൈതന്യം ഗ്രാമാന്തരീക്ഷത്തിലേക്ക് ഒഴുകും. അതുകൊണ്ടാണ് ആറാട്ട് ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ കൂടിയാണ് സഞ്ചരിച്ചു പോവുക. അവിടെയുള്ള സമസ്ത ഭജനങ്ങളിലേക്കും ഈ ദേവചൈതന്യത്തെ ഒഴുക്കി കൊടുത്ത് ഒരു വർഷക്കാലത്തേക്ക് നമ്മൾക്ക് വേണ്ടുന്ന എല്ലാത്തരം സംശുദ്ധിയും ഉറപ്പ് നൽകുന്നതാണ് ഉത്സവം. എന്ന് ഉത്സവത്തിൻ്റെ തത്വം ഓരോന്നിനുണ്ടിങ്ങനെ. ഇതെല്ലാം അവിടെ കൂടിയിരിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബാധ്യത തന്ത്രിക്ക് അല്ലെങ്കിൽ ആചാര്യന് ഉണ്ട്. അത് വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധിച്ചാൽ ഈ താന്ത്രിക വിധികളും പദ്ധതികളും സാധാരണ ജനങ്ങൾക്ക് അറിയാനും അത് ബോധ്യപ്പെടാനും അതിൽ ഭക്തിയും വിശ്വാസവും കൂടുതലുണ്ടാക്കിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കണം. ഈ പടിയിൽ നിൽക്കാനല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കയറാൻ സഹായിക്കണം. ഇതാണ് വാസ്തവത്തിൽ ഇന്ന് ക്ഷേത്രങ്ങളിൽ നടക്കേണ്ട താന്ത്രിക വിധികളിലെ ഒരു ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പല പല ആചാരാനുഷ്ഠാനങ്ങളും നടക്കുന്നു തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ. പക്ഷെ അത് ജനങ്ങൾക്ക് വേണ്ടതുപോലെ അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വരാമെന്നേറ്റിരുന്ന പുടയൂർ ജയനാരായണൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹം തന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയൊരു തന്ത്രിയാണ്. അദ്ദേഹം ഉത്തര കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ്. അദ്ദേഹം വരുത്തിയൊരു മാറ്റം എന്ന് പറയുന്നത്, അദ്ദേഹം എവിടെയാണോ തന്ത്രം ഉള്ള ആ ക്ഷേത്രങ്ങളിലെല്ലാം നടത്തുന്ന കാര്യപരിപാടികളെക്കുറിച്ച് വളരെ വിസ്തരിച്ച് ജനങ്ങൾക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കും. വ്യക്തമായിട്ട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തിട്ടാണ് അദ്ദേഹം താന്ത്രിക കാര്യങ്ങൾ തുടങ്ങുക. അത് ജയനാരായണനും അത് അനുവർത്തിക്കുന്നുണ്ട് അച്ഛൻ്റെ വഴിയിലൂടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ കണ്ട ഒരു മറ്റൊരു പ്രത്യേകത, മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നക്ഷത്ര വനങ്ങൾ നടപ്പാക്കി. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നക്ഷത്ര വനം എന്നുള്ള ഇത് നടപ്പാക്കി അദ്ദേഹം തന്നെ. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത്, തന്ത്രിമാർക്കും നമ്മുടെ ഈ ഒരു കാര്യത്തിൽ വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ചോദ്യോ